ആരുമില്ലാത്തതിൻ്റെ അവസ്ഥ നല്ലപോലെ അറിയാവുന്നവളാണ് ഞാൻ. എൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് 23 വർഷമായില്ലയോ. അപ്പം ഒരു താങ്ങുള്ളത് പെട്ടെന്ന് നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് എനിക്ക് വളരെയധികം വിഷമമുണ്ട്. ആരുമില്ലാത്തവരുടെ ഇടയ്ക്കൊക്കെ എല്ലാവർക്കും എല്ലാം ചെയ്യാനൊക്കത്തുള്ളൂ. ചോദിക്കാനും പറയാനും ആളുകളുണ്ടെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. കഴിഞ്ഞ വർഷമേ ഇവിടെ ഇതുപോലെ സമയത്ത് അന്ന് 130 രൂപ ആയ സമയത്ത് ഇവിടെ വന്ന ഒരു പെണ്ണും പിള്ള അവർ വന്ന് എന്നോട് ബിരിയാണിക്ക് വില ചോദിച്ചു. അത് ഇച്ചിരി വില കൂടുതലല്ലയോ, 100 രൂപയും 90 രൂപയും ഒക്കെ എല്ലാം ഉള്ളൊരു റോഡിലിട്ട് വിൽക്കുന്ന ബിരിയാണിക്ക് അന്നേരം പിന്നെ എങ്ങനെ അത്രയും വിലയാവുന്നതെന്ന് ചോദിച്ചു. അന്നേരം ഞാൻ പറഞ്ഞ് ആ സൈസ് ബിരിയാണി അല്ലിത്, നിങ്ങൾ മേടിച്ച് കഴിച്ച് നോക്ക് എന്നിട്ട് പറയാൻ പറഞ്ഞു. അത് നിങ്ങൾക്ക് ആരാ ലൈസൻസ് തന്നത്? നിങ്ങളുടെ ലൈസൻസ് ഞാൻ റദ്ദാക്കും. റോഡിലിട്ട് ബിരിയാണി വിൽക്കാനാണ് ഞാനിപ്പോൾ പോകും, ഞാനിപ്പോൾ അങ്ങനെ ചെയ്യും. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്തോ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു. പിറ്റേന്ന് ഒരു ലേഡി വന്ന് എൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തോണ്ട് പോയി. ഞാൻ അന്നേരം അവരോട് ചോദിച്ചു, എൻ്റെ സമ്മതമില്ലാതെ എൻ്റെ ഫോട്ടോ, അത് ചേച്ചി ഒരു രസത്തിന് വേണ്ടി എടുത്തതാന്ന് പറഞ്ഞു. പക്ഷേ അവർ കൊണ്ടുവന്ന് പരാതി കൊടുക്കുക ചെയ്തത് ഹെൽത്തിൽ എൻ്റെ ഫുഡ് പഴകിയ ഫുഡാണെന്നും അജനാമൂട്ടി ചേർക്കുന്നുണ്ടെന്നും. ഞാൻ ഇന്ന് ഈ നിമിഷം വരെ ഈ അജനാമൂട്ടി എന്തുവാന്ന് പോലും കണ്ടിട്ടില്ല, എനിക്കറിയത്തുമില്ല. എവിടെ വേണേലും കൊണ്ടുവന്ന് പരിശോധിക്കേണ്ട ആഹാരം. അങ്ങനെ ഇപ്പം അത് അന്വേഷണത്തിന് വന്നായിരുന്നു. ആ ഹെൽത്തിൽ നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ചേച്ചി ഒരു പരാതി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അന്വേഷിച്ചു, ഞാൻ മേടിച്ച് ഫുഡും കഴിച്ചു. അതിനകത്ത് ഞാൻ എല്ലാ പരിശോധനയും നടത്തി. ഇതുപോലെ തന്നെ ചേച്ചി മുന്നോട്ടങ്ങ് പൊയ്ക്കോട്ടെ, ഒരു കുഴപ്പമില്ല ചേച്ചിയുടെ ഫുഡിനെന്ന് പറഞ്ഞു. അവരെൻ്റെ ബിരിയാണി ഒരു ദിവസം ഞാൻ ചെയ്യുന്ന അവർ വന്നു നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ വില പേശുന്നവരാരും വന്ന് വിലയും പേശത്തില്ല. ഞാൻ മേടിക്കുന്ന സാധനങ്ങളുടെ വില ഞാൻ ഒരിക്കൽ പോലും ഇതിനകത്ത് ഡാൽഡ ഒന്നുമല്ല ചേർക്കുന്നത്. ഞാൻ വെളിച്ചെണ്ണ RKG മാത്രമേ ചേർക്കത്തുള്ളൂ. നമ്മുടെയൊക്കെ അവസ്ഥ ഇതല്ലേ മോനെ, ആരെന്തോ ചെയ്യാൻ. കാലിൻ്റെ നീര നടക്കാൻ പോലും വയ്യ. പിന്നെ എല്ലാവർക്കും എൻ്റെ കാര്യങ്ങൾ അറിയാം. പിന്നെ നമ്മൾ ഒത്തിരിയൊക്കെ പറഞ്ഞിട്ട് ഒന്നും പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ